വിജ്ഞാന സമ്പാദ്യത്തിലൂടെ സമൂഹത്തിന് പ്രകാശം പകരുന്ന യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുവാനും സമൂഹത്തിനു മുന്നിൽ മാതൃകയായി മാറിയ യുവത്വങ്ങളെ ആദരിക്കുവാനും CPIM ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പും SSLC+2 വിജയികൾക്കും മറ്റു മേഖലയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവും അനുമോദനവും നൽകി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി O. ഖാലിദ് അധ്യക്ഷത വഹിച്ചു. ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് സെക്രട്ടറി സജീബ് ഐക്യം സ്വാഗതം ആശംസിച്ചു. CPIM ഏരിയ സെക്രട്ടറി B. അബിൻ ഷാ നേത്രപരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷക്കാലം ക്യാമ്പ് സംഘടിപ്പിച്ച സാഹചര്യത്തിലല്ല ഇപ്പോഴത്തെ ക്യാമ്പ്. 10 വർഷക്കാലം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ, മറ്റു പരിപാടികൾ നാം നടത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലുണ്ടായി. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഭരണകൂടം. ആ ഭരണകൂടം ഇപ്പോൾ മാറി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നത്. ഞാൻ ഈ ഒരു വേദിയിൽ ഒരു പൊതുരാഷ്ട്രീയം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഗവൺമെന്റുകൾ നടത്തിയ പ്രവർത്തനങ്ങളെയും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുവാൻ കാലമാകുന്നതേയും, പക്ഷെ കേവലം 40 ദിവസം പോലും ആകാത്ത ഗവൺമെന്റ് കിതയ്ക്കുന്ന കാഴ്ച നാം കാണുകയാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് P. ഹാരിസ് അനുമോദനവും ആദരിക്കലും നിർവഹിച്ചു. 1967 EMS വീണ്ടും മുഖ്യമന്ത്രിയായി CPIMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോഴാണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യം ഏർപ്പെടുത്തി. അങ്ങനെ 1 മുതൽ 4 വരെയും 5 മുതൽ 10ാം ക്ലാസ് വരെയും EMSന്റെ ഗവൺമെൻറ്റുകളാണ് കേരളത്തിലെ പാവപ്പെട്ട വീട്ടുകളിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഗവൺമെൻറ്റാണ് ചരിത്രത്തിലാദ്യമായി, അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയായിരുന്ന ഭരണകാലയളവിലാണ് കേരളത്തിൽ ആദ്യമായി ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമായി തീരുമാനിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം K. ശിവപ്രസാദ്, പുല്ലുകുളങ്ങര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് D. സുധാകരൻ, ലോക്കൽ കമ്മിറ്റി അംഗം അജി മംഗലത്ത്, റജില നാസർ, ഹുസൈൻ കളീക്കൽ, മിനി സലീം, അബ്ദുൾ ജലീൽ, അബ്ദുൾ വാഹിദ്, മുഹമ്മദ് ജുവൈദ്, ഷൈജു ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഐക്യ ജംഗ്ഷൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അബ്ദുൾ ലത്തീഫ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.